അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. സമ്പത്തിൽ ഹറാമ് കലരുന്നത് ഭയപ്പെടുന്നവനായിരിക്കും സത്യവിശ്വാസി. ധനം സമ്പാദിക്കുന്നതും വിനിമയം ചെയ്യുന്നതും അനുവദനീയമായ രൂപത്തിലായിരിക്കണമെന്ന് കണിശത പുലർത്തുന്നവനായിരിക്കും സത്യവിശ്വാസി. ഹറാമും ഹലാലും നോക്കാതെ കൈക്കൂലി വാങ്ങിയും വഞ്ചന നടത്തിയും നിഷിദ്ധമായ കച്ചവടങ്ങൾ ചെയ്തും പലിശ ഇടപാടുകൾ നടത്തിയും അനാഥകളുടെ ധനം അപഹരിച്ചെടുത്തും ഹറാമായ ജോലികൾ ചെയ്തും ആക്രമിച്ചും ഭീഷണിപ്പെടുത്തിയും പൊതുമുതൽ കൊള്ളയടിച്ചും ധനം സമ്പാദിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെയെങ്കിലും ധനം സമ്പാദിക്കുക എന്നതായിരിക്കും അവരുടെ ലക്ഷ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി അലന്നാസി സമാനുൻ ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അം മിനൽ ഹറാം. തനിക്ക് ലഭിക്കുന്നത് ഹറാമിൽ നിന്നാണോ ഹലാലിൽ നിന്നാണോ എന്ന് പരിഗണിക്കാത്ത ഒരു കാലം ജനങ്ങൾക്ക് വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നിഷിദ്ധമായ രൂപത്തിലൂടെ സമ്പാദിച്ച് തന്റെ ശരീരം പുഷ്ടിപ്പെടുത്തുന്ന ആളുകൾക്ക് ശക്തമായ താക്കീതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. നിഷിദ്ധ സമ്പാദ്യത്തിലൂടെ വളരുന്ന മാംസത്തിന് ഏറ്റവും അർഹമായത് നരകമാണ് എന്ന്. നിഷിദ്ധമായ രൂപത്തിൽ സമ്പാദിച്ച സമ്പാദ്യം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിന് തടസ്സമാവും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ثم ذكر الرجل يطيل السفر أشعث أغبر يمد يديه إلى السماء يا ربي يا ربي ومطعمه حرام ومشربه حرام وملبسه حرام وغذي بالحرام فأنى يستجاب لذلك. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞു, ജടപിടിച്ച മുടിയും പൊടിപുരണ്ട ശരീരവുമായി ദീർഘയാത്ര ചെയ്യുന്ന അയാൾ ആകാശത്തേക്ക് കൈനീട്ടിക്കൊണ്ട് റബ്ബേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനെയാണ് അയാൾക്ക് ഉത്തരം ലഭിക്കുക? അയാൾ കഴിച്ച ഭക്ഷണം ഹറാമാണ്, അയാൾ കുടിച്ച പാനീയം ഹറാമാണ്, അയാൾ ധരിച്ച വസ്ത്രം ഹറാമാണ്, അയാൾ വളർന്നിരിക്കുന്നതും ഹറാം കഴിച്ചുകൊണ്ടാണ്. പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്ന യാത്രയിലെ അവസ്ഥയിലായിരുന്നിട്ട് പോലും അള്ളാഹു അയാൾക്ക് ഉത്തരം നൽകിയില്ല. കാരണം അയാളുടെ ഭക്ഷണവും പാനീയവും വസ്ത്രവും എല്ലാം ഹറാമായ നിഷിദ്ധമായ സമ്പാദ്യത്തിൽ നിന്നുള്ളതാണ്. നിഷിദ്ധമായ രൂപത്തിലൂടെ സമ്പാദിച്ച ധനം ദാനധർമ്മം ചെയ്താൽ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു സ്വലാത്തൻ ബിഗൈരി തുഹൂരിൻ വലാ സ്വദഖതൻ മിൻ ഗുലൂലിൻ. ശുദ്ധിയില്ലാതെ അഥവാ വുളൂഇല്ലാതെ അള്ളാഹു നമസ്കാരം സ്വീകരിക്കുകയില്ല. വഞ്ചിച്ചെടുത്തതിൽ നിന്നുള്ള സദഖയും അള്ളാഹു സ്വീകരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കസബ മാലൻ ഹറാമൻ ഫതസദ്ദഖ ബിഹി ലം യകുൽ ലഹു ഫീഹി അജ്റുൻ വകാന ഇസ്റുഹു അലൈഹി. നിഷിദ്ധമായി ധനം സമ്പാദിച്ച് ദാനധർമ്മം ചെയ്യുന്നവന് അതിൽ ഒരു പ്രതിഫലവും ഉണ്ടാവുകയില്ല, അതിന്റെ ശിക്ഷ അവന് ലഭിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുവാനും അവൻ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചിലവഴിക്കുവാനും അവന്റെ യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടുവാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.